എൻ്റെ വീട്ടിൽ നിന്നൊരു 40 മിനിറ്റ് ദൂരം അത്രേ കൊട്ടിയൂർ അമ്പലത്തിലേക്കുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും മുടങ്ങാണ്ട് പോവാറുമുണ്ട്. പക്ഷെ ഇത്തവണ എന്തായാലും പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ദൈവം സഹായിച്ച് ഇത്തവണയും ബുദ്ധിമുട്ടൊന്നുമില്ലാതെ പോകാനും തൊഴാനും ഒക്കെ പറ്റി. പോകുന്ന വഴിക്ക് മുഴുവൻ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്തായാലും തൊഴാൻ പറ്റില്ല, തിരിച്ചു വരേണ്ടി വരും, നല്ല തിരക്കാണ്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, കർണാടകക്കാരൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ആ ഒരു പ്രതീക്ഷ തന്നെ പോയത്. പക്ഷെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. തിരുവഞ്ചിറ തൊഴുതിറങ്ങേണ്ടി വരുമെന്ന് വിചാരിച്ച് പോയ ഞങ്ങൾക്ക് മണിത്തറയിൽ കയറി സുഖമായിട്ട് തൊഴാനും പറ്റി. എല്ലാ വർഷവും പോകാറുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് കൊട്ടിയൂർ ഉത്സവത്തിന് പോയി ശീവേലി കാണുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം അത് കണ്ടങ്ങനെ നിൽക്കുകയും ചെയ്തു. അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു കേട്ടോ. പക്ഷെ എല്ലാ വർഷവും പോകുമ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടാകാറുണ്ട്. ഇത്തവണ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, വെള്ളമൊക്കെ കുറവായിരുന്നു തിരുവഞ്ചിറയിൽ. കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ ഭംഗി തന്നെ ആ ഒരു മഴയും തിരുവഞ്ചിറയിലെ വെള്ളമൊക്കെ തന്നെയാണ്.